بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد ബഹുമാനിയരായ സഹോദരന്മാരെ സഹോദരികളെ, സൂറത്തുൽ അൻകബൂത്ത് 5 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി നാം അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. മൻ കാന യർജു, മൻ കാന, ഇവിടെ സാക്കിനത്ത നൂനിനെ മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിക്കുക. ഇഖ്ഫ ഹഖീഖി എന്ന് അതിന് പേര് നൽകപ്പെടുന്നു. അഥവാ ഇഖ്ഫ ചെയ്യേണ്ട 15 ഹർഫുകളിൽ ഒന്നാണ് കാഫ്. കാഫിന് മുമ്പിലാണ് സാക്കിനത്ത നൂൻ വന്നിട്ടുള്ളത്. ഇവിടെ കാഫ് ഇസ്തിഫാലിൻ്റെ ഹർഫാണ്, തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ സാക്കിനത്ത നൂനിൻ്റെ മണിക്കലിലും തർക്കീഖാണ് വേണ്ടത്. അപ്പോൾ മൻ കാന, മൗകാന എന്നിങ്ങനെ തടുപ്പിച്ചല്ലേ കൊഴുപ്പിച്ച് പറയത്. മൻ കാന യർജു, റാഇന് തഫ്ഖീം കൊടുക്കുക. യർജു, യർജു ലിഖാ അല്ലാഹ്. ലിഖായിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ തന്നെ ചേർന്ന് വന്നതാണ് അതിനുള്ള കാരണം. അല്ലാഹ് എന്ന പദത്തിലെ ഇസ്മുൽ ജലാല, മഹത്വത്തിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിന് കൊടുക്കുന്ന, അള്ളാഹു എന്ന പദത്തിന് കൊടുക്കുന്ന പേരാണ് ഇസ്മുൽ ജലാല, ലഫ്ലുൽ ജലാല, കലിമത്തുൽ ജലാല എന്നൊക്കെ വേണമെങ്കിൽ പേര് പറയാം. ഈ പദത്തിൽ വന്ന ലാമിനെ തഫ്ഖീം ചെയ്യുക, തടിപ്പിക്കുക. ഈ ലാമിൻ്റെ തൊട്ട് മുമ്പിൽ, ഇതിന് തൊട്ട് മുമ്പിൽ ഉച്ചരിക്കപ്പെടുന്നത് ഫത്ഹ, ദമ്മ എന്നീ ഹറക്കത്തുകളാണെങ്കിൽ, കസ്ര അല്ലെങ്കിൽ, കസ്ര ആണെങ്കിൽ എന്താണ്, തർക്കീഖായിരിക്കും, അല്ലെങ്കിൽ തഫ്ഖീം ചെയ്യണം. ഇവിടെ മഫ്തൂഹത്താണ്, തൊട്ട് മുമ്പിലുള്ള അക്ഷരം ഫത്ഹ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖാഫിന് തഫ്ഖീമുണ്ട്. ആ ഖാഫിൻ്റെ ദീർഘമാണ് മദ് മുത്തസിൽ വാജിബ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ദീർഘത്തിലൊക്കെയും തഫ്ഖീം തന്നെയാണ്, തടിപ്പിച്ചുച്ചരിക്കുകയാണ്. ഖാഫ് എന്നാൽ നല്ല കൂവത്തുള്ള കവിയ അക്ഷരമാണ്. ഈ അക്ഷരത്തെ തഫ്ഖീമോടുകൂടി തടിപ്പിച്ച് ഉച്ചരിക്കണം. അതിൻ്റെ ദീർഘത്തിലും തഫ്ഖീം ഉണ്ടാകണം. അങ്ങനെ ആ ദീർഘം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിച്ച് ശേഷം വരുന്ന ഹംസയാകട്ടെ ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തർക്കീഖ് ചെയ്യേണ്ടതാണ്. തൊട്ടു ശേഷം വീണ്ടും തഫ്ഖീം ചെയ്യേണ്ട ലാമും വരുന്നു. അപ്പോൾ ഈ 2 തഫ്ഖീമുകൾക്കിടയിൽ ഒരു തർക്കീഖ് ചെയ്യേണ്ട അക്ഷരം ഹംസ. ആ ഹംസക്ക് തഫ്ഖീം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലിഖാഅ, ലിഖാഅല്ലാഹി, ലിഖാഅല്ലാഹി, ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹംസക്കും തഫ്ഖീം കൊടുത്ത് ലിഖാഅല്ലാഹി എന്ന് പറഞ്ഞു പോവരുത്. ഫഇന്ന, നൂൻ മുഷദ്ദദ, 2 ഹറക്കത്തിൻ്റെ അളവിലാണ് ആ മണിക്കൽ നൽകേണ്ടത്. ഗുന്നത്ത്, മണിക്കൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കണം ആ നൂനിനെ. ഫഇന്ന അജലല്ലാഹി, വീണ്ടും ഇസ്മുൽ ജലാല വരുന്നു. ലാമിനെ തടിപ്പിച്ചുച്ചരിക്കുക. ലആത്ത്, ലആത്ത് എന്ന് പറയുമ്പോൾ അവിടെ വഖഫ് ചെയ്യുകയാണ്. ആ വഖഫ് ചെയ്യുന്നതിന് വേണ്ടി മദ് ആരിദുൽ സുക്കൂൻ എന്ന ജായിസായ ദീർഘം വരുന്നു. അത് 4 അല്ലെങ്കിൽ പൂർത്തിയാക്കി 6 ഹറക്കത്ത് വരെയോ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അതല്ല വെറും 2 ഹറക്കത്തിൻ്റെ അളവിൽ ഒതുക്കി ഖസ്ർ ചെയ്യുകയും ആവാം.
ഈ ദീർഘം യഥാർത്ഥത്തിൽ മദ്ദുൽ ബദൽ എന്ന ദീർഘം കൂടിയാണ്. മദ്ദുൽ ബദലിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘമാണ്. ചുരുക്കി പറയാം, ഇവിടെ ഹംസ മുബ്ദലായതാണ്, ഇബ്ദാൽ ചെയ്യപ്പെട്ട അക്ഷരമാണ്. എന്നാൽ വഖഫ് ചെയ്യുകയായതുകൊണ്ട് അവിടെ മദ് ആരിദ് ലിസുകൂൻ ഉണ്ടായിത്തീരുന്നതുമാണ്. فإن أجل الله لآت. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ فإن أجل الله لآت وهو السميع العليم. وهو പ്രത്യേകം ശ്രദ്ധിക്കുക, വഹുവ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. വഹുവ 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വാവിൻ്റെ ഉച്ചാരണം വരണം. വഹുവ സമീഉൽ അലീം. ഐനുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ഐന് കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. വഹുവ സമീഉൽ അലീം. ആയത്തിൻ്റെ അന്ത്യത്തിൽ പ്രത്യേകം പറയേണ്ടതില്ല, മദ് ആരിദ് ലിസുകൂൻ വരുന്നു. നേരത്തെ പറഞ്ഞ അതേ അവസ്ഥ തന്നെ, ദീർഘം നൽകൽ അനുവദനീയമാണ്. വമൻ ജാഹദ. ജാഹദ അവിടെ ജീമ് തൊട്ട് മുമ്പിൽ സാക്കിനത്തായ നൂന്. ഇഖ്ഫ ഹഖീഖി നൽകി നൂനിനെ മറച്ച് മണിച്ചുച്ചരിക്കുക. വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു. അക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഇന്നമ എന്നതിലെ നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി. അവിടെ വഖഫ് ചെയ്യുന്നു. വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂൻ കൊടുക്കുന്നു. ചേർത്ത് ഓതുകയാണെങ്കിൽ അവിടെ മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന ജായിസായ ദീർഘം പുതുതായി ഉണ്ടാകുന്നതാണ്. മുൻഫസിലിൻ്റെ വിധിയാണ് അതിനുള്ളത്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. فإنما يجاهد لنفسه إن الله لغني എന്നിങ്ങനെ ദീർഘം നൽകാം. ഇന്നല്ലാഹ നൂൻ മുഷദ്ദദ മണിക്കുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിനെ തടിപ്പിക്കുക. ഇന്നല്ലാഹ ലഗനിയ്യുൻ. ലഗനിയ്യുൻ അനിൽ ആലമീൻ. ഗൈനിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ ഹർഫാണ് ഗൈൻ. ലഗനിയ്യുൻ അനിൽ ആലമീൻ. ഗനിയ്യുൻ എന്നതിലെ ആ തൻവീനിന് അല്പം പോലും മണിക്കാതെ ഇൽഹാർ ഹൽഖി നൽകി ഉച്ചരിക്കേണ്ടതാണ്. ലഗനിയ്യുൻ അനിൽ ആലമീൻ. ശേഷം ഐനാണ് വന്നിട്ടുള്ളത്, ഹൽഖിൻ്റെ അക്ഷരമാണ്. അതുകൊണ്ടാണ് ഇൽഹാർ ഹൽഖി എന്ന് പേര് പറയുന്നത്. അനിൽ ആലമീൻ. വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. ഇവിടെ പ്രത്യേകിച്ച് ഹുക്മുകളൊന്നും വരുന്നില്ലെങ്കിലും അക്ഷരങ്ങൾ ക്ലിയറായി അതിൻ്റെ പൂർണ്ണമായ ഉച്ചാരണം ശരിയായ വിധത്തിൽ നൽകുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. വല്ലദീന ആമനു. ആമനു ഇതിലെ ഹംസയുടെ ദീർഘമാണ്, അത് മദ്ദുൽ ബദലാണ്. വഅമിലു. ആമിലു എന്നതിലെ ആ ദീർഘം വാവ് സാക്കിനത്താണ്. അതിനെ ശേഷം വീണ്ടും സുക്കൂൻ വരുന്നത് കൊണ്ട് ഇൽത്തിഖാ സാക്കിനയിന് വേണ്ടി കളയുകയാണ് ചേർത്തോതുമ്പോൾ. അപ്പോൾ വഅമിലുസ്സാലിഹാത്തി. വഅമിലു എന്ന ദീർഘം ഇല്ലാതെയാവുന്നു. വഅമിലുസ്സാലിഹാത്തി. ഈ പദത്തിൽ ഇതുവരെയായി സ്വാദിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും മാത്രമാണ് തഫ്ഖീം കൊടുക്കുന്നത്, തടിപ്പിച്ചുച്ചരിക്കുന്നത്.
മറ്റക്ഷരങ്ങൾക്കൊക്കെ എന്താണ്? തർക്കീഖാണ്. ആ പദത്തിൽ തന്നെ രണ്ടും വേർതിരിഞ്ഞ് വിപരീതമായത് വന്നത് നമുക്ക് മനസ്സിലാക്കാം. അസ്സോ ലി ഹേ തി, രണ്ട് അലിഫുകൾ, ഒന്ന് തഫ്ഖീം ചെയ്യപ്പെടുന്ന അലിഫാണ്, രണ്ടാമത്തെ അലിഫ് തർക്കീഖ് ചെയ്യപ്പെടുന്നതാണ്. അലിഫ് മുഫഖം, അലിഫ് മുറഖഖ്. അസ്സോലിഹാത്തി അല്ലേ? ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുക. വഅമിലു സ്സോലിഹാത്തി ലനുകഫിറന്ന. ഹംസിൻ്റെ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മഹ്മൂസ അക്ഷരങ്ങൾ സ്വാദ്, ഹ, അതുപോലെ ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ താ. ലനുകഫിറന്ന കാഫ്, അന്ന ലനുകഫിറന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ വല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാതി ലനുകഫിറന്ന. റാഇന് തഫ്ഖീം കൊടുക്കുക. റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കണം. ലനുകഫിറന്ന അൻഹും. അൻഹും ഇതിൽ രണ്ട് ഇൽഹാറുകളാണ് വരുന്നത്. ഒന്ന് ഇൽഹാർ ഹൽഖി, സാക്കിനത്ത നൂനിൻ്റെ ഇൽഹാർ. രണ്ടാമത്തേത് ഇൽഹാർ ഷഫവി, സാക്കിനത്ത മീമിൻ്റെ ഇൽഹാർ. അൻഹും സയ്യിആതിഹിം, അൻഹും സയ്യിആതിഹിം. ഇതിൻ്റെ അന്ത്യത്തിലും സാക്കിനത്ത മീം ഇൽഹാർ ഷഫവിയാണ്. ശേഷം വാവ് വരുന്നുണ്ട്. ആ വാവ് വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ഷഫവിയായ അക്ഷരങ്ങൾ ആയതുകൊണ്ട് മീമ് അവ്യക്തമായി പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും വലനജ്സിയന്നഹും. അപ്പോൾ സയ്യിആതിഹിം വല വ്യക്തമായി മീമിനെയും ശേഷം വാവിനെയും ഉച്ചരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലനജ്സിയന്നഹും ഇതിൽ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. സാക്കിനത്ത് ശേഷം നൂൻ മുഷദ്ദദ വരുന്നുണ്ട് ആ പദത്തിൽ, അതിനെ മണിക്കുകയും വേണം. വലനജ്സിയന്നഹും അഹ്സന, സാക്കിനത്ത മീം വീണ്ടും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ആളുകൾക്ക് വരുന്നൊരു അബദ്ധം, വലനജ്സിയന്നഹും ഹും എന്ന് പറഞ്ഞിട്ട് ചുണ്ടിനെ പൂർണ്ണമായും പൂട്ടുക, അവിടെ എന്താ പറയുക, അടക്കുക, ചുണ്ടുകൾ ചേർത്ത് വെക്കുക. അങ്ങനെയാണ് ഇൽഹാർ ഷഫവി. ശേഷം ഹംസയാണ്. അപ്പോൾ വീണ്ടും ചുണ്ടുകൾ വിടർത്തി നമ്മൾ വായ തുറന്ന് തൊണ്ടയുടെ അങ്ങേയറ്റത്തിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന ഹംസയെ ഉച്ചരിക്കുകയാണ്. വലനജ്സിയന്നഹും അ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. അതിന് പകരം വലനജ്സിയന്നഹും മ എന്നാ പറയുക, മഹ്സന. തെറ്റായി പറഞ്ഞു പോണ ഒരു കാര്യമാണ്. ഹംസ ഉച്ചരിക്കുന്നിടത്ത് വരുന്ന പ്രശ്നമാണത്. ഇതുപോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ല ല ല കൂടുതൽ വന്നു. അവിടെ ലാമിന് ഫത്ഹ വന്നു, ഇവിടെ മീമിന് ഫത്ഹ വരിക. അങ്ങനെ വരരുത്, സൂക്ഷിക്കണം. മാ എന്നായി പോരുത്, മറിച്ച് വലനജ്സിയന്നഹും അഹ്സന, അഹ്സന. ചില റിവായത്തുകളിലൊക്കെ സക്ത ഉണ്ട്. ഖലഫ് അൻ ഹംസയുടെ ഓത്തിലൊക്കെ നമുക്ക് പൂർണ്ണമായ സക്ത കൊടുത്തുകൊണ്ട് തന്നെ ഉച്ചരിക്കും ഹംസക്ക് മുമ്പിൽ. നമ്മുടെ റിവായത്തിൽ അങ്ങനെയില്ല. ഏതായിരുന്നാലും ഇവിടെ സൂക്ഷിക്കേണ്ടത് ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നതാണ്. ഇൽഹാർ ഷഫവിയാണ്. വലനജ്സിയന്നഹും അഹ്സന എന്ന് പറയണം, മറിച്ച് വലനജ്സിയന്നഹും മഹ്സന, മഹ്സന എന്നായി പോവരുത്. അഹ്സനല്ലദീ കാനൂ യഅമലൂൻ. എല്ലാ അക്ഷരങ്ങൾക്കും
തർക്കീഖ് നൽകുക ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഇതുവരെയായി സ്വാദ്, ലനുകഫിറന്നയിലെ റാ, പിന്നെ സ്വാദിനെ ദീർഘിപ്പിക്കുന്ന അലിഫ്, ഇങ്ങനെ എണ്ണപ്പെടുന്ന അക്ഷരങ്ങൾക്ക് മാത്രമാണ് തഫ്ഖീം വരുന്നത്. ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും എന്താണ് തർക്കീഖ് നൽകണം എന്നത് പ്രത്യേകം പരിശുദ്ധ ഖുർആനിൽ മൊത്തത്തിൽ നമ്മൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. من كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم أحسن الذي كانوا يعملون.